നഴ്സിംഗ് നേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ നഴ്സിംഗ് കോഴ്സുകളെ കുറിച്ചാണ്. കാരണം നഴ്സിംഗ് രംഗത്തേക്ക് വരുന്ന നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജനറൽ നഴ്സിംഗിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ജനറൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി സാധ്യതകളോ അല്ലെങ്കിൽ മുന്നോട്ട് വിദേശത്തേക്ക് പോകാനുള്ള പോസിബിലിറ്റീസോ ഉണ്ടോ എന്നുള്ളതൊക്കെ, അതുപോലെ തന്നെ ബോയ്സ് ജനറൽ നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ലഭിക്കുമോ എന്നുള്ളതൊക്കെ മിക്കവാറും വരുന്ന കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ കുട്ടികൾ BS നഴ്സിംഗ് കഴിഞ്ഞാൽ പിന്നെ നോക്കുന്ന ഒരു കാര്യമാണ് ജനറൽ നഴ്സിംഗ്. ജനറൽ നഴ്സിംഗ് എന്നുള്ളത് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ +2 ബയോളജി സയൻസ് കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികൾക്കൊക്കെയാണ് ജനറൽ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് അവസരങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എല്ലാ വർഷവും നിരവധി കുട്ടികൾ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ജനറൽ നഴ്സിംഗ് എടുക്കാറുണ്ട്. അതിൽ തന്നെ +2 കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെയുള്ള മറ്റുള്ള സ്ട്രീമുകളിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ താരതമ്യേന മാർക്ക് കുറവുള്ള കുട്ടികളോ ആയിരിക്കും BS നഴ്സിംഗിന് പകരമായിട്ട് ജനറൽ നഴ്സിംഗ് ചൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം BS നഴ്സിംഗ് സിലബസ് എന്നുള്ള വളരെ ടഫായിട്ടുള്ള, വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സിലബസ് തന്നെയാണ്. അപ്പോൾ സെമസ്റ്റർ സിസ്റ്റം ആയി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ അതിന്റെ കാഠിന്യം കൂടിയിട്ടുണ്ട്. കാരണം നഴ്സിംഗ് സിലബസ് ടഫാണെന്ന് മാത്രമല്ല, അതിന്റെ ഒരു സിസ്റ്റവും വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. അഥവാ ഒരു എക്സാം എങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇയർ ബാക്ക് സിസ്റ്റത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം ഒരു സബ്ജക്ട് ഏതെങ്കിലും സെമസ്റ്ററിൽ ഫെയിൽ ആയാൽ അതിന്റെ സപ്ലിമെന്ററി എക്സാംസ് നിങ്ങളുടെ ജൂനിയർ ബാച്ചിന്റെ കൂടെ മാത്രമായിരിക്കും നടത്തപ്പെടുക. അപ്പോൾ ആവറേജ് മാർക്കുള്ള കുട്ടികളോ അല്ലെങ്കിൽ താരതമ്യേന മാർക്ക് വളരെ കുറവുള്ള കുട്ടികളും ബയോളജി സയൻസ് ആണെങ്കിൽ പോലും ജനറൽ നഴ്സിംഗ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ BSc നഴ്സിംഗ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ പല പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികളൊക്കെ തന്നെ അഡ്മിഷൻസ് എടുക്കാറുണ്ട്. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലും +2 ഏത് സ്ട്രീം പഠിച്ചു കഴിഞ്ഞാലും ഒരു പക്ഷേ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അവർ അഡ്മിഷൻസ് നൽകാറുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന സമയത്തോ ആണ് ആ യൂണിവേഴ്സിറ്റികൾക്കൊന്നും പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല. വെറുതെ അത്ര നാളത്തെ സമയവും ഫീസും നഷ്ടമായി എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും +2 ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും നഴ്സിംഗ് രംഗത്തേക്കോ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഒരു കോഴ്സ് ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ആയിട്ടാണ് ഇത് വരിക. അപ്പോൾ 2.5 വർഷം കോഴ്സും 6 മാസം ഇന്റേൺഷിപ്പുമാണ് ഈ ഒരു 3 വർഷത്തിന്റെ കാലയളവിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സുകൾ ഇപ്പോൾ +2 റിസൾട്ട് വന്ന സാഹചര്യത്തിൽ മിക്കവാറും എല്ലാ പ്രൈവറ്റ് കോളേജുകളിലേക്കും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 110ഓളം നഴ്സിംഗ് സ്കൂളുകളാണ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് സ്ഥാപനങ്ങളാണ് ഉണ്ടാവുക. അവയിൽ തന്നെ മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ നഴ്സിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ 18ഓളം നഴ്സിംഗ് സ്കൂളുകളാണ് കേരളത്തിൽ ഉണ്ടാവുക. അതിൽ തന്നെ 2 കാറ്റഗറി ആയിട്ടാണ് നഴ്സിംഗ് സ്കൂളുകളിലേക്ക് ഗവൺമെന്റ് തലത്തിൽ അഡ്മിഷൻസ് നേടാൻ സാധിക്കുക. ഒന്ന് DME അഥവാ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ DMEയുടെ കീഴിൽ 3ഓളം വരുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ, അതായത് കോട്ടയം, ട്രിവാൻഡ്രം, കാലിക്കറ്റ് അങ്ങനെ 3ഓളം വരുന്ന ഗവൺമെന്റ് കോളേജുകളിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളോട് അനുബന്ധിച്ച് തന്നെയാണ് ഈ നഴ്സിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുക. അപ്പോൾ ഈ നഴ്സിംഗ് സ്കൂളുകളിൽ SC ST സ്റ്റുഡൻസിന് വേണ്ടി സംവരണം ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും അവിടെ അഡ്മിഷൻസ് നേടുവാൻ സാധിക്കുക. അതുപോലെ തന്നെ DHS അഥവാ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിന് കീഴിൽ 14 ജില്ലകളിലുമായി 14 നഴ്സിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലേക്കും ആ ജില്ലയിലുള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കുവാൻ സാധിക്കുക. ഇത് കൂടാതെ തന്നെ DHSന്റെ കീഴിൽ SC ST സ്റ്റുഡൻസിന് വേണ്ടി കൊല്ലത്ത് ആശ്രം നഴ്സിംഗ് സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ SC ST സ്റ്റുഡൻസിന് വേണ്ടി ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന ഗവൺമെന്റ് സെക്ടറിലെല്ലാം തന്നെ വളരെയധികം ചെറിയ സീറ്റ് നമ്പറുകളാണ് ഉണ്ടാവുക. മിക്കവാറും വരുന്ന 20നും 30നും ഇടയിലുള്ള സീറ്റ് നമ്പറുകളാണ് മിക്കവാറും വരുന്ന നഴ്സിംഗ് സ്കൂളുകളിൽ ഉണ്ടാവുക. ഇവിടെ തന്നെ സംവരണങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ പകുതിയോളം സീറ്റുകൾ ജനറൽ കാറ്റഗറിക്കും പകുതിയോളം സീറ്റുകൾ ബാക്കിയുള്ള OBC SC ST സ്റ്റുഡൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നവയായിരിക്കും. മാത്രമല്ല ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾ അഡ്മിഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ പഠിക്കാൻ സാധിക്കും. അതുപോലെ ചെറിയൊരു സ്റ്റൈഫൻഡ്, മാസം സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഉയർന്ന മാർക്കുള്ള കുട്ടികളെല്ലാം തന്നെ ഈ ഗവൺമെന്റ് സെക്ടറിലേക്കായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ ഓരോ ജില്ലയിലേക്കും വെവ്വേറെ ആപ്ലിക്കേഷൻസ് ആണ് നൽകേണ്ടതായിട്ട് വരിക. അതായത് ഇപ്പോൾ ഞാനൊരു കോട്ടയംകാരനാണെന്നുണ്ടെങ്കിൽ കോട്ടയത്തുള്ള നഴ്സിംഗ് സ്കൂളിലേക്ക് മാത്രമായിരിക്കും എനിക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആപ്ലിക്കേഷൻസിന്റെ അകത്തുനിന്നും ഏറ്റവും ടോപ്പ് മെറിറ്റ് ലിസ്റ്റിലുള്ള
കുട്ടികളെ മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക്, ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമായിരിക്കും ആപ്ലിക്കേഷൻസ് കൊടുക്കുവാനായിട്ട് സാധിക്കുക. ഇല്ലാത്ത കുട്ടികളെല്ലാം തന്നെ ആപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യപ്പെടുന്നതുമായിരിക്കും. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? ആപ്ലിക്കേഷൻ ഫോം DHS വെബ്സൈറ്റിൽ റിലീസ് ചെയ്യപ്പെടുന്നതാണ്. വർഷങ്ങളിൽ ജൂൺ അവസാനത്തേക്കൊക്കെ അത് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആപ്ലിക്കേഷൻസ് പ്രിന്റ് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റുകളും ആയി ഒന്നെങ്കിൽ പോസ്റ്റ് മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ ഈ പറയുന്ന നഴ്സിംഗ് സ്കൂളുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഗവൺമെന്റ് തലത്തിലുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിരവധിയായിട്ടുള്ള പ്രൈവറ്റ് നഴ്സിംഗ് സ്കൂളുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 110ഓളം നഴ്സിംഗ് സ്കൂളുകളാണ് കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാവുക. അപ്പോൾ ഈ നഴ്സിംഗ് സ്കൂളുകളാണെങ്കിൽ വളരെ കുറച്ച് സീറ്റുകളായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഇവിടെയാണെങ്കിലും ബയോളജി സയൻസ്, +2 ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ലഭിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടികൾ വന്നില്ലാത്ത സാഹചര്യത്തിൽ മാത്രമായിരിക്കാം മറ്റുള്ള സ്ട്രീമിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻസ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ പല കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, പല ഏജന്റുമാരും കേരളത്തിൽ ജനറൽ നഴ്സിംഗിന് അഡ്മിഷൻസ് നേടിത്തരാം എന്ന് പറഞ്ഞ് സമീപിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ആപ്ലിക്കേഷൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്റർവ്യൂ പ്രോസസ്സിനകത്ത് ഇന്റർവ്യൂ ബോർഡിൽ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ഒരു മെമ്പറും കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവർ വെരിഫൈ ചെയ്ത് എല്ലാം കൃത്യമാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടെ പ്രയോറിറ്റി കേരളത്തിൽ ലഭിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള നഴ്സിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പല നഴ്സിംഗ് സ്ഥാപനങ്ങളിലും നിരവധിയായിട്ടുള്ള സബ് കോളേജുകളും അങ്ങനെ ഒന്നിലധികം കോളേജുകളൊക്കെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ മിക്കവാറും കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ട്രെയിനിങ് അതുപോലെ തന്നെ ഫെസിലിറ്റീസ് ഒന്നും ലഭിക്കാറില്ല. വെറുതെ ഒരു പോൾട്രി ഫാം നടത്തുന്ന രീതിയിൽ നിരവധിയായിട്ടുള്ള ബാച്ചസ് ആയിട്ട് ഓരോ ക്ലാസ് റൂമും ഓരോ നഴ്സിംഗ് സ്കൂളുകൾ എന്നുള്ള കണക്കെയാണ് പ്രവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പഠിക്കേണ്ട ഒരു കോഴ്സ് അല്ല ജനറൽ നഴ്സിംഗ്. കാരണം കൂടുതലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിന് പുറത്തേക്കുള്ള അഡ്മിഷൻസ് എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വ്യക്തമായിട്ട് കോളേജിന്റെ അഫിലിയേഷൻസും അതുപോലെ തന്നെ അതിന്റെ ക്ലിനിക്കൽ പ്രാക്ടീസ്, ബാക്കിയുള്ള പഠന സംവിധാനങ്ങൾ, ഫെസിലിറ്റീസ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിലാണെന്നുണ്ടെങ്കിലും പല നഴ്സിംഗ് സ്കൂളുകളിലും നെഗറ്റീവായിട്ട് കണ്ടിരിക്കുന്ന ഒരു കാര്യം, മലയാളത്തിലൊക്കെയാണ് മിക്കവാറും തന്നെ ക്ലാസ്സുകൾ എടുക്കുകയും അതുപോലെ തന്നെ നമ്മളൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്നതുമുണ്ട്. കാരണം പല നഴ്സിംഗ് സ്കൂളുകളിലും ഏകദേശം 100 ബെഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലോട് കൂടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പോഷറും കൂടുതലായിട്ടുള്ള ലാംഗ്വേജ് ട്രെയിനിങ് ഒന്നും കുട്ടികൾക്ക് ലഭിക്കാറില്ല. പക്ഷേ കേരളത്തിന്റെ പുറത്തേക്ക് പല കോളേജുകളിലും നല്ല രീതിയിൽ ലാംഗ്വേജ് ട്രെയിനിങ്ങുകൾ കാര്യങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ അവിടെയും ഞാൻ പറഞ്ഞു, നമ്മൾ കോളേജുകൾ വളരെ വ്യക്തമായിട്ട് കൃത്യതയോടെ തിരഞ്ഞെടുക്കുക. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ബെറ്റർ ഓപ്ഷൻസ്, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അവിടെ തട്ടിപ്പുകൾ നിരവധിയായിട്ട് നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കുക. നല്ലപോലെ ട്രെയിനിങ്ങും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളിൽ മാത്രം അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫീസിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിലെല്ലാം തന്നെ ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക. അതേസമയം പ്രൈവറ്റ് നഴ്സിംഗ് സ്കൂളുകൾ കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50,000 രൂപ ട്യൂഷൻ ഫീ എന്നുള്ള രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് അഡീഷണൽ ആയിട്ട് വരും. ഓരോ കോളേജ് വ്യത്യാസം അനുസരിച്ച് ഹോസ്റ്റൽ ഫീസിന് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ആയിരിക്കും മിക്കവാറും വരുന്ന നഴ്സിംഗ് സ്കൂളുകളിലൊക്കെ ഫീസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2.25 ലക്ഷം രൂപ തൊട്ട് ഏകദേശം 4.5 ലക്ഷം രൂപ വരെയുള്ള പാക്കേജിലാണ് മിക്കവാറും വരുന്ന അത്യാവശ്യം ക്വാളിറ്റിയുള്ള നഴ്സിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുക. അത് നമ്മൾ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ നിരവധിയായിട്ടുള്ള നഴ്സിംഗ് സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് BSc നഴ്സിംഗ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയോ അതുപോലെ തന്നെ ഭാവിയിൽ MSc നഴ്സിംഗ് ഒക്കെ എടുക്കുന്നതിനൊക്കെയുള്ള പോസിബിലിറ്റീസും ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന ജനറൽ നഴ്സിംഗ് കോഴ്സ് നിർത്തുമോ എന്നുള്ളത്. ഇതുവരെയും അതിന്റെ ഒരു അപ്ഡേഷൻസ് വന്നിട്ടില്ല. മുന്നോട്ട് നിങ്ങൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാലും BSc ഡിഗ്രി ആയിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ PSC എക്സാംസ് കേരളത്തിലാണെങ്കിലും ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതുവാനായിട്ട്
ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ജനറൽ നഴ്സിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു സ്റ്റാഫ് നഴ്സ് ലെവലിലേക്ക് ഉയർന്നു വരുവാനായിട്ടുള്ള ഒരു എൻട്രി കാഡറാണ് ജനറൽ നഴ്സിംഗ്. അതുകൊണ്ട് തന്നെ ANM പഠിക്കുന്ന കുട്ടികളെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻസ് ജനറൽ നഴ്സിംഗ് പഠിക്കുക എന്നുള്ളതാണ്. ANM അല്ലെങ്കിൽ ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു നഴ്സ് അസിസ്റ്റന്റ് ആയിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് മാക്സിമം എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. പക്ഷേങ്കിൽ ഒരു ജനറൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാഫ് നഴ്സ് ആയിട്ട് വീണ്ടും ഹയർ പോസ്റ്റുകളിലേക്കൊക്കെ മുന്നോട്ട് നിങ്ങളുടെ അപ്ഗ്രഡേഷൻ അനുസരിച്ച് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ PSC എക്സാംസ് എഴുതുവാനും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഗവൺമെന്റ് എക്സാംസ് എഴുതുവാനൊക്കെ ഈ പറഞ്ഞ ജനറൽ നഴ്സിംഗോ തന്നെ മതിയാവും. അപ്പോൾ വിദേശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാനും ചില കൺട്രീസിലേക്ക്, ഇപ്പോൾ ജർമ്മനി, ഇറ്റലി അങ്ങനെയുള്ള പല കൺട്രീസിലേക്കും ജനറൽ നഴ്സസിനും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പോകാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഭാവിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഭാവിയിൽ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണോ, അല്ലെങ്കിൽ +2 കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെയുള്ള മറ്റുള്ള സ്ട്രീമുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ, അപ്പൊ പഠിക്കാൻ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഏകദേശം 60-65 ഒക്കെ റേഞ്ച് മാർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൽ താഴോട്ട് മാർക്കുകളേ ഉള്ളൂ, അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ജനറൽ നഴ്സിംഗ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ലഭിച്ച് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കരിയറിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ BSc ആയിക്കോട്ടെ, ജനറൽ നഴ്സിംഗ് ആയിക്കോട്ടെ, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരിടത്തും എത്തുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെയധികം കൃത്യതയോടെ തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കരിയറിൽ സക്സസ്ഫുൾ ആകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നഴ്സിംഗ് പാരീസിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ടുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻസ് എടുക്കുന്ന കുട്ടികളായിക്കോട്ടെ, കേരളത്തിന് പുറത്തേക്കുള്ള അഡ്മിഷൻസ് എടുക്കുന്ന കുട്ടികളായിക്കോട്ടെ, അവർക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ മെയിനായിട്ട് നോക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അതിന്റെ വാട്സപ്പ് ലിങ്കുകൾ കാര്യങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സും അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്തേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സും അതിന്റെ ഫീ ഡീറ്റെയിൽസും എല്ലാം തന്നെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ കേരളത്തിലുള്ള ജനറൽ നഴ്സിംഗ് സ്ഥാപനങ്ങളും അവയുടെ സീറ്റ് നമ്പറുകൾ, എത്രത്തോളം മാക്സിമം സീറ്റുകൾ ഓരോ നഴ്സിംഗ് സ്കൂളുകളും ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.